നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വൃശ്ചികം രാശിയെക്കുറിച്ചാണ്. വെസ്റ്റേൺ സോഡിയക് സിസ്റ്റപ്രകാരം ഇതിനെ സ്കോർപിയോ രാശി എന്നാണ് വിളിക്കുന്നത്. ഈ രണ്ട് രാശികളുടെയും ചിഹ്നം ഒന്നാണ്. തേളിന്റെ അടയാളമാണ് രണ്ട് രാശിക്കും. വെസ്റ്റേൺ സിസ്റ്റം പ്രകാരം ഒരു ഗ്രീക്ക് കഥയിൽ അധിഷ്ഠിതമാണ് ആ രാശിരൂപം. ഞാൻ ആ കഥ ചുരുക്കി നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഗ്രീക്ക് കഥകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഹണ്ടർ, ഓറിയോൺ എന്നു പേരുള്ള ഒരു ശക്തനായ ഹണ്ടർ ഉണ്ട്. ഈ ഓറിയോൺ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കൊന്നിട്ടുണ്ട്. അവസാനം ഒരു പ്രസ്താവന നടത്തി, ഞാൻ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും കൊന്നൊടുക്കും. ഈ ഒരു പ്രസ്താവന ഈ ഭൂമിയുടെ ചരാചരങ്ങളുടെ ഒരു ദേവതയുണ്ട് ഗ്രീക്ക് മിത്തോളജി പ്രകാരം. അത് ഗൈഗ് എന്ന ഒരു ദേവതയാണ്. ഈ ദേവതയ്ക്ക് ഓറിയോണിന്റെ പ്രസ്താവന വലിയ പ്രശ്നമുണ്ടാക്കി. ഓറിയോണിനെ നശിപ്പിക്കണമെന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെ ഒരു വലിയ തേൾ, സ്കോർപിയോ തേളിനെ ഓറിയോണിനെ നശിപ്പിക്കാൻ വേണ്ടി അയച്ചു. വളരെ ശക്തമായ യുദ്ധത്തിൽ ഈ തേളിന്റെ വെനോം, ഒരു വിഷമുണ്ട് തേളിന്. ആ വിഷമൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഓറിയോണിനെ തേളിന് നശിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗൈഗ് എന്ന് പറഞ്ഞ ഈ ദേവത ശ്രമിച്ചത്. അപ്പോൾ ഏതായാലും ഈ ഒരു വലിയ സാഹസികത അവിടെ വന്നതുകൊണ്ട് സിയസ് എന്ന ദേവൻ ഓറിയോണിന് ആകാശത്തിൽ ഒരു സ്ഥാനവും അതുപോലെ തന്നെ തേളിന് മറ്റൊരു സ്ഥാനവും, ആകാശത്ത് രണ്ട് നക്ഷത്ര രൂപങ്ങൾ ഉണ്ടായി. അതിൽ തേളിന്റെ രൂപമാണ് സോഡിയാക് സൈനിൽ വരുന്നത്. നമ്മുടെ വൃശ്ചികം രാശിയിലും വരുന്നത് അതേ രൂപം തന്നെയാണ്, തേളിന്റെ രൂപമാണ്. തേളിന് ഒരുപാട് കഴിവുകളുള്ള ഒരു ജീവിയാണത്. അത് സാഹസത്തിന്റെ ഒരു ജീവിയാണ്. ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജീവിയാണ്. ഓവറായിട്ടുള്ള ആത്മാർത്ഥത കൊണ്ട് സ്വന്തം ജീവന് തന്നെ പ്രശ്നങ്ങൾ വരുത്തുന്ന ജീവിയാണ്. കാരണം അതിൻ്റെ സൈക്കിൾ അതാണ്, ജീവിത സൈക്കിൾ. ഒരു പെൺതേള് അതിൻ്റെ ജീവിതം ചിലപ്പോൾ അവസാനിക്കുന്നത് അതിൻ്റെ പുതിയ തലമുറയെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പെൺതേളുകൾ ഒരുപാട് കുട്ടികളെ പ്രസവിക്കും. പ്രസവിച്ച ഉടനെ തന്നെ ഈ ചെറിയ കുട്ടികൾ അഭയം തേടുന്നത് ഈ അമ്മത്തേളിന്റെ പുറകിലാണ്. അതിൻ്റെ ദേഹത്ത് തന്നെ പുറത്ത് ഒട്ടിപ്പിടിച്ച് അവ ജീവിക്കുന്നു. അതിനൊരു മാച്യൂരിറ്റി വരാൻ കുറേ ദിവസങ്ങളെടുക്കും. ആ ദിവസങ്ങൾ മുഴുവനും ഈ അമ്മത്തേള് ഒന്നും കഴിക്കാതെ, ഒന്നും ഭക്ഷിക്കാതെ ഈ മക്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ജീവിക്കും. മക്കളാണെങ്കിൽ ആഹാരം അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നത്. അമ്മ ക്ഷീണിക്കുന്നു. അങ്ങനെ ഒരു ദുരവസ്ഥ.
സ്നേഹത്തിൻ്റെ ദുരവസ്ഥ, ഒരമ്മക്ക് വരുന്ന ദുരവസ്ഥ, ആത്മാർത്ഥതയിൽ നിന്ന് വരുന്ന ദുരവസ്ഥ, സ്നേഹം, ഇതാണ് തേളിൻ്റെ ഒരു നമുക്ക് തരുന്ന ഒരു റെപ്രസെൻറ്റേഷൻ. അതാണ് നമ്മുടെ വൃശ്ചികം രാശിക്കും സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. മുനീശ്വരന്മാർ അങ്ങനെയാണ് തേളിനൊരു രൂപം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വൃശ്ചികം രാശി വെരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാശിയാണ്. കാലപുരുഷന്റെ അഷ്ടമഭാവമാണ്. അവിടെ വലിയ അത് ട്രാൻസ്ഫോർമേഷൻ്റെതാണ്, നിഗൂഢതകളുടേതാണ്. നമുക്കറിയാത്ത പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന രാശിയാണത്. ആ രാശിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ വളരെ ചിന്തിച്ചു വേണം പ്രവേശിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് വൃശ്ചികം രാശി അത് ജലരാശിയാണ്. ജലരാശിയിൽ തന്നെ അതിൻ്റെ ഫിക്സഡാണത്, സ്ഥിരരാശിയാണ്. ജലരാശിക്ക് ആക്ച്വലി സ്ഥിരത അത്ര യോജിച്ചതല്ല. ജലം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് അതിന് ശുദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവിടെ കുറെ പ്രശ്നങ്ങൾ ഈ രാശിയിലുണ്ട്. കൂടാതെ ഈ രാശിയുടെ അധിപൻ കുജനാണ്. കുജൻ ഒരു ഹീറോ ആണ്, ബാറ്റിൽ ഹീറോ ആണ്. അതേസത്തിൽ മറ്റൊരു പ്ലാനറ്റ് കൂടി ഈ രാശിക്കുണ്ട്. അത് കേതുവാണ്. ജലമായിട്ട് ബന്ധപ്പെട്ട്, മത്സ്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് വരുന്ന കേതു കൂടി ഈ രാശിയുടെ അധിപനായി വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, കേതു വരുന്നത് മത്സ്യാവതാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കേതുവിനെ നമുക്ക് കാണാം. കാരണം മനുഷ്യൻ്റെ ഒരു കാലത്ത് മനു ആ ഒരു കാലത്ത് എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോയിട്ട് ഒരു പുനർജന്മം, പുനർജീവിതമാണ്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് കേതു വരുന്നത് മത്സ്യാവതാരത്തിൽ. ആ ഒരു കേതുവിന് ഇവിടെയും ഈ ഒരു രാശിയിലും അങ്ങനെ ഒരു മാറ്റങ്ങളും, നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളുടെ രാശിയാണ്. അവിടെയും കേതുവിന് ഒരു പ്രസക്തിയുണ്ട്. ഇവിടെ മോക്ഷത്തിൻ്റെയും എന്തിൻ്റെയും തുടക്കവുമുണ്ട് കേതുവിന്, അങ്ങനെ അതിൻ്റെ ഒരു അവസാനവും ഉണ്ട്. അതിൻ്റെയൊക്കെ സാക്ഷി കേതുവാണ്. അപ്പോൾ ഇവിടെ ആ കേതുവിനും ഒരു സാന്നിധ്യമുള്ള രാശിയാണ്. വളരെ ബുദ്ധിപരമായിട്ട് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന, ഒരുപാട് ചിന്തകൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കുന്ന രാശി, അതാണ് വൃശ്ചികം രാശി. ഒരുപാട് ചിന്തകന്മാരും ഈ ലോകത്തിലെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും പൊളിറ്റീഷ്യൻസും കലാകാരന്മാരും എല്ലാം ഈ രാശിയിലുണ്ട്. എന്നാലും ഒരുപാട് പ്രശ്നങ്ങളും ഈ രാശിയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാരണം 7-ാം രാശി വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി ഒന്നാണ്. നമുക്ക് അമ്മ, അച്ഛൻ, അങ്ങനെയുള്ള ബന്ധങ്ങൾ, ബ്രദേഴ്സ്, അങ്ങനെയല്ല നമ്മുടെ ജന്മത്തിൽ ശേഷം അടുത്ത് വരുന്ന ഒരുപാട് ബന്ധങ്ങളാണ് 7-ാം രാശി വരെ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്നാണ് ഒരു രാശിയിലേക്ക്, അതായത് അഷ്ടമം. അത് നമ്മൾ അതുവരെ അനുഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവങ്ങളുടെ രാശിയാണ്, നിഗൂഢതകളുടെ രാശിയാണ്. ഈ രാശിയിൽ ഒരു വലിയ പ്രാധാന്യം ഈ മാരേജ്, ഓപ്പോസിറ്റ് സെക്സ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ സെക്സ്, ഇതിനൊരു വലിയ സ്വാധീനം ഈ രാശിക്കാർക്ക് വരുന്നുണ്ട്. അത് മനുഷ്യരാശിയുടെ ഗുണങ്ങൾക്കും ദോഷങ്ങൾക്കുമെല്ലാം വരുന്ന ഒരു അടിസ്ഥാന വികാരമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് പല വലിയ വലിയ സംഭവങ്ങൾ, പല യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നത് ഓൺ സെക്സ് ബേസിസിലാണ്. അതിനെ നിയന്ത്രിക്കാൻ ഈ രാശിക്കാർ ശ്രമിക്കണം. ഈ രാശിക്കാരെന്നല്ല, മനുഷ്യൻ മൊത്തത്തിൽ നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണത്. ആ ഒരു നിയന്ത്രണം നമുക്ക് കിട്ടിയാൽ നമുക്ക് ജീവിതത്തിൽ അതൊരു മോക്ഷം കിട്ടിയെന്ന് തന്നെ പറയാം. നമ്മൾ കളിക്കുന്ന കളികളൊക്കെ
അഷ്ടമരാശിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓവറായിട്ടുള്ള ബന്ധങ്ങളാണ് ഈ രാശിയിൽ. ഈ രാശിക്കാർ മൊത്തത്തിൽ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്, സ്നേഹിക്കാൻ വലിയ താല്പര്യമുള്ളവരാണ്, സ്നേഹത്തിനോട് ഒരുപാട് ഈ തേളിൻ്റെ സ്വഭാവമൊക്കെ അവിടെ കാണാം. അവർക്ക് വേണ്ടി ജീവിതം ഈ രാശിക്കാർ ത്യജിക്കാൻ പോലും തയ്യാറാവും. ആദ്യമൊന്നും ഇവർ അങ്ങനെ അടുത്ത് പോവില്ലെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹം ഇവർക്കൊരു പ്രധാന ഘടകം തന്നെയാണ്. എല്ലാ കാര്യത്തിലുമുണ്ട്. നിയന്ത്രണമില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഈ രാശിക്കാർക്കുണ്ട്. എന്തും അതിൻ്റെ ഒരുപാട് കൂടുതലായിപ്പോകും. അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെയിനുകൾ, സ്ട്രെസ്സുകൾ, അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ രാശിക്കാർക്ക് സംഭവിക്കുന്നതാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വൃശ്ചികം രാശിക്കാർ ഒരു കലവറയാണ്. അവർ ബുദ്ധിയുടെ കലവറയാണ്. അവരെന്ത് കാര്യം ഏറ്റെടുത്താലും, കാരണം അവരങ്ങനെയൊന്നും ഏറ്റെടുക്കില്ല. കാരണം എല്ലാം വസ്തുനിഷ്ഠമായിട്ട് പഠിക്കും, അതിൻ്റെ ഗുണദോഷങ്ങൾ പഠിക്കും. ഇൻറ്റ്യൂഷൻ ഈ രാശിക്കാരുടെ വലിയ കഴിവാണ്. ഈ നിഗൂഢതകളിൽ ആഴങ്ങളിലേക്ക് പോയിട്ട് അതിൻ്റെ സത്യത്തെ പുറത്തു കൊണ്ടുവരുവാനുള്ള കഴിവ്, അതൊക്കെയുള്ള രാശിക്കാരാണിവ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്താലോ അത് ഷുവർ സക്സസ് ആയിരിക്കും. മറ്റേത് രാശിക്കാരെക്കാളും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടപ്പിലാക്കാൻ ഏറ്റവും കഴിവുള്ള രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാർ. സ്നേഹിച്ചാൽ പൂർണ്ണമായും അങ്ങോട്ട് സ്നേഹിക്കും, വെറുത്താലോ അതിശക്തമായിട്ട് എതിരിടും. അതാണ് അവരുടെ സ്വഭാവം. മനസ്സിൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കും. അത് അനുഭവങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അതിൻ്റെ ഒരു വിഷമത എന്നും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വിപരീത സാഹചര്യങ്ങളെ നമ്മൾ നേരിടാൻ പഠിച്ചാൽ കുറച്ചുകൂടി നമ്മൾ ആത്മീയത ഈ രാശിക്കാർക്കുണ്ടെങ്കിലും അതിനെ ചാനലൈസ് ചെയ്യണം. അതിനെ കുറച്ചുകൂടി നമുക്ക് ഗുണകരമായ രീതിയിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ ഈ രാശിക്കാർ ഉയർന്ന സ്ഥിതിയിലേക്ക് പോകും. ഈ രാശിയിൽ 3 നക്ഷത്രങ്ങളുണ്ട്. 3 നക്ഷത്രങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നവരാണ്. ഒന്ന് വിശാഖത്തിൻ്റെ ലാസ്റ്റ് ഒരു ഭാഗം, പിന്നെ വരുന്നത് പൂർണ്ണമായിട്ടും ഈ അനിഴം, തൃക്കേട്ട. ഇതിൻ്റെ അധിപന്മാര് വിശാഖത്തിന് രണ്ട് ഡയറ്റീസ് ഉണ്ട്, ഇന്ദ്രാഗ്നി, ഇന്ദ്രനും അഗ്നിയും. അവിടെ കുറെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളൊക്കെ കാണിക്കുന്ന ഒരു രാശിയാണ്. പിന്നെ വരുന്നത് അനിഴമാണ്. അനിഴം അതുപോലെ തന്നെ, പക്ഷെ അവിടെ നിങ്ങൾ കാണാം ഇന്ദ്രനും ഇന്ദ്രാഗ്നിയും വിശാഖത്തിനും, തൃക്കേട്ടയ്ക്ക് ഇന്ദ്രൻ തന്നെയും ഡയറ്റിയായി വരുമ്പോൾ നടുവിൽ വരുന്നത് മിത്രനാണ്, സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരുമായിട്ട് ബന്ധമുണ്ടാക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മിത്രൻ ഒരു സൂര്യൻ തന്നെ. അപ്പോൾ ഇവിടെ കോൺട്രഡിക്ഷൻസ് ഒരുപാടുണ്ട്. നന്മയുണ്ട്, തിന്മയുണ്ട്. അതിനെ നിയന്ത്രിച്ചെടുത്താൽ ഈ രാശിക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ കഴിയും. അതാണ് ഈ രാശിയുടെ പ്രാധാന്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാശിയുടെ അധിപൻ കുജനാണ്. കുജൻ ഉച്ചത്തിലാകുന്നത് 3-ലാണ്. അതൊരു 3-ാം ഭാവം. മൂന്നാം പറയുന്നത് അത് ഒരു ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഉപജയസ്ഥാനമാണത്. അപ്പോൾ ആദ്യം ഉപജയസ്ഥാനങ്ങളിലെല്ലാം ഫലം കിട്ടുക ഡിലേ ആയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടി വരും.
അതുപോലെ തന്നെയാണ് കുജൻ 3-ൽ നിന്നാൽ നല്ല ധൈര്യമുണ്ടാകും, യുദ്ധപ്രിയന്മാരായിരിക്കും, എല്ലാം ഉണ്ടാകും. എന്നാലും അതേ കുജൻ തന്നെ ഇവരുടെ ഓപ്പോസിറ്റായി 9-ാം ഭാവത്തിൽ വരുന്നത് നീചത്തിലാണ്. ഭാഗ്യം കുറഞ്ഞു പോകുന്നു. അപ്പൊ അവിടെ അത് കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതെങ്ങനെ ശ്രമിക്കണം? നമ്മളെ സെൻസ് ഓർഗൻസിനെ ഈ രാശിക്കാർ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിനും ഓരോരോ സ്റ്റെപ്പുകൾ, ഓരോരോ അറകൾ സൃഷ്ടിക്കണം. ഇത് ഇത്ര കാര്യം ചെയ്യണം, ഇത് ഇത്ര കാര്യം ചെയ്യണം, ഇതിൻ്റെ അപ്പുറം പോയാൽ അത് നമുക്ക് അപകടം വരും എന്ന് നമ്മുടെ മുനീശ്വരന്മാർ പറയുന്നത് പോലെ എല്ലാം ആമ കൈകാൽ ആമയുടെ സ്വഭാവമല്ലേ, അത് സെൻസ് ഓർഗൻസിനെ വിഡ്രോ ചെയ്യും. വെനെവർ ഇറ്റ് ഈസ് ഡിസൈഡ് അത് വിഡ്രോ ചെയ്യും. അനുകൂലമായ സാഹചര്യത്തിൽ അത് അതിൻ്റെ കാലുകളെല്ലാം തലയും പുറത്തെടുത്ത് മൂവ് ചെയ്തു പോകും. അതുപോലെ നമുക്കും കഴിയണം. നമ്മളെ സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പോകാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു രാശിക്കാരാണ്. കാരണം ഇവരുടെ ഏറ്റവും വലിയ സ്വത്ത്, അസറ്റ് എന്ന് പറയുന്നത് ഇവരെ ബുദ്ധിയാണ്. ഇവർക്ക് ഏത് ഫീൽഡും നിങ്ങളെ ഒരു വിഷമകരമായ കാര്യങ്ങളെ പറ്റിയിട്ട് അതിനെ ഈ രാശിക്കാർക്ക് കൊടുത്താൽ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇവർ നല്ല ഈ അന്വേഷണ വിദഗ്ധന്മാരായിരിക്കും. ഇവർക്ക് അങ്ങനെയുള്ള എല്ലാ റിസർച്ച് ഫീൽഡുകൾ അതിശക്തന്മാരായിരിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡുകളായാലും എന്തായാലും ബുദ്ധി കൊണ്ട് എന്ത് തരം കർമ്മങ്ങൾ ചെയ്യാനും ഇവർ തയ്യാറായിരിക്കും. അതിനൊക്കെ ഇവർ പ്രാപ്തന്മാരായിരിക്കും. അതിൽ നിന്നെല്ലാം വിജയം കണ്ടെത്താനും ഇവർക്ക് സാധിക്കും. പക്ഷേ സെൻസ് ഓർഗൻസിനെ നിയന്ത്രിക്കാൻ ഇവർ പഠിക്കണം. കാലപുരുഷന്റെ അഷ്ടമരാശിയാണ്. അവരുടെ ബുദ്ധിയും ശക്തിയും നിഗൂഢതകളും ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ശരിയായ രൂപത്തിലേക്ക് കൊണ്ടുപോകണം. ഇതെല്ലാം എക്സസ്സായിട്ട് ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഈ സ്നേഹവും അങ്ങനെയുള്ള മൃദുല വികാരങ്ങളെല്ലാം കൂടുതലായിട്ട് വന്ന് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെതിരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരോട് വിരോധമുണ്ടാക്കുക, മനസ്സിനെ അങ്ങനെ എല്ലാം കൂടെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കും ഈ രാശിക്കാർ പോകും. അപ്പോൾ അത് നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. കാരണം അതുകൊണ്ട് ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ, ഈ വയറിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, മെൻ്റൽ സ്ട്രെയിനുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പോകാൻ വേണ്ടി എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിലല്ല, ഞാൻ പഠിച്ചത് പ്രകാരം ഒരു ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റ് തെറാപ്പി എനിക്കറിയാമെന്നല്ല, അങ്ങനെ ചെയ്താൽ ആ ഒരു തെറാപ്പി നിങ്ങൾ അതിൻ്റെ എക്സ്പേർട്സായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യണം. അത് നമ്മുടെ സെൻസ് ഓർഗൻസിനെ നമ്മൾ നിയന്ത്രിക്കുന്നതാണ്. അത് പ്രത്യേക ഒരു പഠനമുണ്ട് അതിൽ. അത് നിങ്ങൾ അതിൻ്റെതായ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്ത് ഓൺലൈനിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഈ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. കോസ്റ്റ്ലി ആണെന്നൊന്നും എനിക്കറിയില്ല. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ സംഘർഷമൊക്കെ നിങ്ങൾ ഇതിൻ്റെ ആൾക്കാരോട് പറഞ്ഞാൽ അവരതിനുള്ള ഒരു പ്രതിവിധി ഉണ്ടാക്കിത്തരും. നമ്മളെ ഈ സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുക. നമുക്ക് ആ സെൻസ് ഓർഗൻസിനെ നമ്മൾ ഒരു ഏകാന്തതയിൽ അതിൻ്റെതായ ഒരു ചുറ്റുപാടിൽ അതൊന്ന് പോസിറ്റീവാക്കി എടുക്കും. നമുക്ക് പുതിയ വികാരങ്ങൾ, പുതിയ സങ്കല്പങ്ങളൊക്കെ കൊണ്ടുവന്ന് സെൻസ് ഓർഗൻസിനെ പൂർണ്ണമായി നമ്മൾ നിയന്ത്രണത്തിലാക്കി കൊണ്ടുവരുന്ന ഒരു തെറാപ്പിയാണത്. അതിൻ്റെ പേര് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നാണ്. അതിന് CBT, ചാർലി ബ്രേവോ ടാങ്കോ, CBT ഇതാണ് അതിൻ്റെ. അത് നിങ്ങൾ അന്വേഷിക്കുക. വളരെ ഉപകരിക്കുന്ന ഒരു തരം ഒരു ട്രീറ്റ്മെൻ്റ് ആണത്. ഒപ്പം തന്നെ
നിങ്ങൾക്ക് ഒരു ചെറിയ വീടുകളിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ അക്വേറിയംസ്. കാരണം കേതുവിനെ നിങ്ങൾക്ക് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ അക്വേറിയം വീട്ടിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് വളരെ നല്ലതായിരിക്കും. കാരണം ഇവർ ഉയരാൻ സാധ്യതയുള്ളവരാണ്. അവർക്ക് ഈ ലോകത്ത് ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു നല്ല രീതിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വൃശ്ചിക രാശിയെ പറ്റിയുള്ള ക്ലാസ് നിർത്തുന്നു. താങ്ക്സ്.